ഇപ്പോൾ കെ ടി കുഞ്ഞിക്കണ്ണൻ ചേരുന്നുണ്ട്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നമ്മൾ ബീഹാറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കുമ്പോൾ മഹാഗഡ്ബന്ധൻ ഒരു മഹാപരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് ബീഹാറിൻ്റെ രാഷ്ട്രീയം നേരത്തെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. ഇത്രയും അച്ചടക്കമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതിൽ ഒന്നാമത്തെ പങ്ക് ഈ കോൺഗ്രസിനാണ്. അവർ ഈ കഴിഞ്ഞ തവണ കിട്ടിയ 70 സീറ്റ് വേണം എന്ന് ഒരേ വാശിയിൽ നിൽക്കുകയാണ്. നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ അവസാന ദിവസം പോലും പരസ്പരം ധാരണയിലെത്താൻ കഴിയുന്നില്ല. രണ്ട് പാർട്ടികൾ പുതുതായി മഹാഗഡ്ബന്ധിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കണം. അങ്ങനെ ഒരു പരസ്പര ധാരണയ്ക്കുള്ള ഒരു മനസ്സ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയില്ല. 16 സീറ്റുകളിലാണ് ഘടകകക്ഷികൾ തമ്മിൽ അവിടെ മത്സരിച്ചത്. CPI അടക്കം മത്സരിക്കുന്ന സീറ്റുകളിൽ പ്രിയങ്ക ഗാന്ധി വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാണ് കോൺഗ്രസിന് വേണ്ടി. ഇത്രയും ഉത്തരവാദിത്വമില്ലാത്തൊരു സമീപനം ഈ കോൺഗ്രസിനെ പോലൊരു മഹാപ്രസ്ഥാനം സ്വീകരിക്കുകയും അവിടുത്തെ ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങൾ. ഇവർ തമ്മിലൊരു ഐക്യവും ഇല്ല, ഇവരെ എങ്ങനെ ഭരണമേൽപ്പിക്കും എന്നൊരു തോന്നൽ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകില്ലേ ശ്രീ കുഞ്ഞിക്കണ്ണൻ? തീർച്ചയായിട്ടും അതെല്ലാം ബീഹാറിലെ ഈ മഹാസഖ്യത്തിന്റെ വളരെ ദയനീയമായ പരാജയത്തിന് കളമൊരുക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് BJPക്കെതിരായിട്ട് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ ആകെ യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മുൻകൈ ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല എന്നുള്ള വിമർശനം CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിരന്തരമായി ഉന്നയിക്കുന്നതാണ്. BJPയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലത്തിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ദീപാങ്കുർ ഭട്ടാചാര്യ ഈ തിരിച്ചടിയെ വിശകലനം ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതുകൂടി ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് കൊണ്ടുവരണം. SIR പൂർത്തിയായി വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് 7,42,00,000 വോട്ടർമാർ ബീഹാറിലുണ്ട് എന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോൾ ചെയ്ത വോട്ടിന്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷണറുടെ കുറിപ്പായി വന്നപ്പോൾ 7,45,26,846 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനിൽ പങ്കെടുത്തവർ, വോട്ട് രേഖപ്പെടുത്തിയവര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതിനേക്കാൾ 3 ലക്ഷത്തിലേറെ പേരാണ്. RSSന്റെ സാമൂഹ്യ എഞ്ചിനീയറിംഗ് മാത്രമല്ല, അവർ ഇലക്ഷൻ പ്രക്രിയ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് മുതൽ, അതാണ് ഈ തീവ്ര പരിശോധന എന്നൊക്കെ പറയുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റ് മുതൽ കള്ളവോട്ട് ചെയ്യൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കാരണം ജനാധിപത്യത്തോട്, അതിന്റെ വിശുദ്ധമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട്, പ്രാച്യ ജനാധിപത്യ റിപ്പബ്ലിക് സംവിധാനങ്ങളോട് അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനമുള്ള ഒരു ഫാസിസ്റ്റ് കക്ഷിയാണ് BJP എന്ന് പറയുന്നത്. RSS നയിക്കുന്ന പാർട്ടിയാണത്. അതിന്റെ മുന്നിലുള്ള നേതാക്കളെയെല്ലാം നയിക്കുന്നത്, മാർഗദർശനം നൽകുന്നത് RSS ആണ്. RSSന് ജനാധിപത്യത്തിന് വിശ്വാസമില്ല. അവർ ഈ രാജ്യത്ത് ഒരു മതാത്മക ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു ഫാസിസ്റ്റ് അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു പാർട്ടി ദേശീയ അധികാരത്തിലിരിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മാറ്റുകയും ഉപകരണമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ കൂടി പശ്ചാത്തലത്തിൽ വേണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ. വളരെ ദയനീയമായ പരാജയമാണ്. നിങ്ങൾ ഇവിടെ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രതിപക്ഷത്തെ നയിക്കേണ്ട കോൺഗ്രസിന്റെ നാനാവിധമായ ദൗർബല്യങ്ങൾ. കോൺഗ്രസ് ഇപ്പോഴും ചിന്തിക്കുന്നത് 406 സീറ്റൊക്കെ പാർലമെന്റിൽ കിട്ടിയിരുന്ന ഒരു കാലത്തെ എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് പോലുള്ള ഈ ഭൂതകാലത്തിൽ അഭിരമിക്കുന്ന പാർട്ടി, ആ നേതാക്കളാണ് കോൺഗ്രസിലുള്ളത്. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും ഇപ്പൊ BJPയിലാണ്. അത് ഉത്തരേന്ത്യ മുഴുവൻ എടുത്തു നോക്കുക, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ എന്താ കാണുന്നത്? BJPയുടെയും കോൺഗ്രസിന്റെയും സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. ഒരേ സാമൂഹ്യ അടിത്തറയിൽ നിന്ന് ഉയർന്നു വരുന്ന ജാതി ഭൂപ്രമാണി വർഗമാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അവര് നല്ലൊരു ശതമാനം ഇപ്പോഴെന്താണ് BJPയുടെ കൂടെ ചേർന്നിരിക്കുന്നു. BJP വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങളുടെ, കർപ്പൂരി ഠാക്കൂറിന്റെ ഒക്കെ തുടർച്ചയായി ബീഹാറിലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സോഷ്യലിസ്റ്റ് ശക്തികൾ, അതിൽ വലിയൊരു വിഭാഗത്തെയാണ് മിസ്റ്റർ നിതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പഴയ സോഷ്യലിസ്റ്റ് ട്രഡീഷനുള്ള എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പിന്നോക്ക, ഇപ്പൊ നിതീഷ് കുമാർ തന്നെ നമുക്കറിയാം കുർമി സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. കുർമി സമുദായവും യാദവ് സമുദായവുമാണ് ബീഹാറിലെ പ്രധാനപ്പെട്ട സാമുദായിക ശക്തികൾ എന്ന് പറയുന്നത്. ഈ രണ്ട് സാമുദായിക ശക്തികൾക്കകത്തേക്കും പതുക്കെ BJP അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോ ചിരാഗ് പാസ്വാൻ
അവിടെ നേടിയിരിക്കുന്ന വിജയം ദളിത് വിഭാഗത്തെ BJPക്ക് വളരെ സമർത്ഥമായി ജാതീയമായി തന്നെ തങ്ങളുടെ കൂടെ ചേർക്കാൻ കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ്. അപ്പോൾ BJP അവരുടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ, നമ്മളിപ്പോൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബീഹാറിൻ്റെ എല്ലാ മേഖലയിലും കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധൻ മുന്നിട്ടിരുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലടക്കം വളരെ കൃത്യമായി ഇപ്പോൾ ബാഗൽപൂർ അവിടെ 12 സീറ്റ് NDAക്കാണ്. കഴിഞ്ഞ തവണ 9 സീറ്റാണ് അവർക്ക് കിട്ടിയിരുന്നത്. ദർഭംഗ 30 സീറ്റുണ്ട്, ഈ പ്രാവശ്യം 26 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കോസിയിൽ 13 സീറ്റുണ്ട്, NDAക്ക് 11 സീറ്റ്. മഗധയിൽ 26 സീറ്റുണ്ട്, NDAക്ക് 20 സീറ്റ് കിട്ടി. മുങ്കറിൽ 17 സീറ്റ് NDAക്ക് കിട്ടി, 22 സീറ്റുള്ളതിൽ. പാട്നയിൽ 43 സീറ്റുള്ളതിൽ 38 സീറ്റ് NDAക്കാണ് കിട്ടിയിരിക്കുന്നത്. മഹാഗഡ്ബന്ധന് വെറും 4 സീറ്റ് മാത്രമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പൂർണിയയിൽ 24 സീറ്റുണ്ട്, അതിൽ NDAക്ക് കിട്ടിയിരിക്കുന്നത് 15 സീറ്റാണ്. തിർഹുട്ടിൽ 49 സീറ്റുണ്ട്, 48 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നത് NDA ആണ്. അതായത് ബീഹാറിൻ്റെ സമസ്ത മേഖലയിലും NDAക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം.